ഭാരതീയ ക്ഷേത്ര നിർമ്മിതികളെ മൂന്നായി തിരിക്കാമെങ്കിലും കേരളീയ ക്ഷേത്ര നിർമ്മാണ ശൈലി ഇവയിൽ നിന്നുമെല്ലാം വ്യത്യസ്തമാണ്. ചുറ്റമ്പലം, നാലമ്പലം, കൊടിമരം, ബലിക്കല്ല്, കൂത്തമ്പലം എന്നിവയ്ക്ക് കൃത്യമായ കണക്കുകളും സ്ഥാനവും കൽപ്പിച്ചിരിക്കുന്നു. കണക്കുകൾക്കാണ് ഇവിടെ പ്രാധാന്യം. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം. അസ്യ ശ്രീരാമകവചസ്യ അഗസ്ത്യ ഋഷി അനുഷ്ഠുപ്ഛന്ദ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ നാമധേയത്തിൽ പ്രസിദ്ധമായ നാലമ്പലങ്ങൾ പ്രധാനമായും കേരളത്തിൽ രണ്ടിടങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. തൃശൂർ, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 4 ക്ഷേത്രങ്ങളാണ് ആദ്യത്തേത്. രണ്ടാമതായി കോട്ടയം ജില്ലയിലെ രാമപുരത്തും പരിസര പ്രദേശങ്ങളിലുമായി കാണപ്പെടുന്ന 4 ക്ഷേത്രങ്ങളാണ്. പാലാ കൂത്താട്ടുകുളം ഹൈവേയിൽ രാമപുരം ജംഗ്ഷനിൽ നിന്നും 15 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം. പ്രകൃതി രമണീയമായ പശ്ചാത്തലത്തിൽ തികച്ചും കേരളീയ വാസ്തുരീതി അവലംബിച്ച് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണിത്. വൃത്താകൃതിയുള്ള ശ്രീകോവിലിൽ ചതുർബാഹുവായ ശ്രീരാമൻ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു. പഞ്ചലോഹത്തിൽ തീർത്ത രാമവിഗ്രഹമാണിവിടെ. തികച്ചും സൗമ്യമായ ഭാവത്തിലാണ് പ്രതിഷ്ഠ. വിശാലമായ ചുറ്റമ്പലമാണ് ഇവിടത്തേത്. ശ്രീകോവിലിന് മുന്നിൽ നമസ്കാര മണ്ഡപം. ശ്രീകോവിലിന് അഭിമുഖമായി ഗരുഡ പ്രതിഷ്ഠ കാണാം. മീനമാസത്തിൽ നടക്കുന്ന 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് പ്രധാന ഉത്സവം. എന്നാൽ ക്ഷേത്രത്തിൽ കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്ന കാലഘട്ടം കർക്കിടക മാസമാണ്. നാലമ്പല ദർശനത്തിന്റെ ഭാഗമായി രാമക്ഷേത്രത്തിൽ ദർശനം നടത്തിപ്പോകുന്ന ഭക്തർ മറ്റു 3 അമ്പലങ്ങളും ദർശിച്ച് ഇതേ സന്നിധിയിൽ മടങ്ങിയെത്തുന്നതോടെയാണ് നാലമ്പല ദർശനം എന്ന ചടങ്ങ് അവസാനിക്കുക. ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ തന്നെയുള്ള ലക്ഷ്മി നാരായണ ഭാവത്തിലെ വിഷ്ണുവാണ് മറ്റൊരു പ്രത്യേകത. സീത അന്വേഷണത്തിനിറങ്ങിയ രാമൻ ഈ പ്രദേശത്തെത്തിയ വേളയിൽ അദ്ദേഹത്തിന്റെ മനസ്സിന് ശാന്തത ലഭിച്ചു എന്നും അദ്ദേഹം ഇവിടെ ആൽമരച്ചോട്ടിലിരുന്ന് ധ്യാനിച്ചുവെന്നുമാണ് ഐതിഹ്യങ്ങൾ. രാമനെ അന്വേഷിച്ച് അവിടെ എത്തിയ സഹോദരന്മാരോട് സമീപ പ്രദേശങ്ങളിൽ കുറച്ചുകാലം ധ്യാനനിരതരായിരിക്കുവാൻ രാമൻ നിർദ്ദേശിച്ചു എന്നതാണ് നാലമ്പല സൃഷ്ടിക്ക് പിന്നിലെ ഐതിഹ്യം. രാമരാവണ യുദ്ധത്തിലെ വിജയത്തിന് ശേഷമുള്ള മടക്കയാത്രയിലാണ് രാമൻ ഇവിടെ വിശ്രമിച്ചതെന്ന് വാദിക്കുന്നവരുമുണ്ട്. ഏതായാലും രാമന്റെ സാന്നിധ്യമാണ് ഈ പ്രദേശത്തിന് രാമപുരം എന്ന പേര് നേടിക്കൊടുത്തത് എന്നതാണ് വിശ്വാസം. ചതുശതം, വെണ്ണ നിവേദ്യം, പാൽപ്പായസം എന്നിവയാണ് ദേവന്റെ ഇഷ്ടനിവേദ്യങ്ങൾ. കോദണ്ഡ സമർപ്പണം, നെയ്വിളക്ക് എന്നിവയും വിശേഷ വഴിപാടുകളാണ്. രാമായണ മാസത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തപ്പെടുന്നു. ഏതായാലും രാമനാമജപങ്ങൾ കേരള മനസ്സാകെ വിശുദ്ധമാക്കുന്ന കർക്കിടക ദിനങ്ങളിൽ നമുക്കും ആരംഭിക്കാം ഒരു നാലമ്പല തീർത്ഥയാത്ര. ഈ തിരുനടയിൽ നിന്ന് രാമനാമജപങ്ങളോടെ.